കോട്ടയം ലുലുമാൾ അങ്ങനെ ഓപ്പണായി. ഇപ്പോൾ നിങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരും ആ ഒരു വാർത്ത അറിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളിൽ പല ആൾക്കാരും ഇപ്പോൾ കോട്ടയം ലുലു മാളിൽ പോയിട്ട് അങ്ങോട്ട് ആഹ്ലാദിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരു കാര്യം ഇവിടെ പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഒരു ലുലു മാൾ തുറക്കുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, അത് ഇവിടെ നമ്മുടെ കോട്ടയം ലുലു മാളിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെ ആയിരുന്നു. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ഒരു പ്രമുഖ നടന്റെ സിനിമ റിലീസാവുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇതിനെപ്പറ്റിയുള്ള ചർച്ചകളും വാർത്തകളും ഒക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അത് കാണാനുള്ളൊരു ത്വര ഇങ്ങനെ കൂടി 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 വരും. അതുപോലൊരു സാധനം തന്നെയാണ് നമ്മുടെ ഈ ഒരു ലുലു മാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴേ നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാളിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അതൊരു ഒന്നൊന്നര സംഭവം തന്നെയായിരുന്നു. കാര്യം നമ്മൾ മലയാളികൾ ഓണവും ക്രിസ്മസും റംസാനും ഒക്കെ ആഘോഷിക്കുന്ന പോലെ തന്നെ ഒരു ആഘോഷം തന്നെയായിരുന്നു ട്രിവാൻഡ്രം ലുലു മാളിന്റെ ഒരു ഓപ്പണിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു ഷോപ്പിംഗ് മാളിന് വേറൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയാ, മൊത്തത്തിൽ സോഷ്യൽ മീഡിയ അങ്ങോട്ട് അടക്കി ഭരിച്ച ഒരു സമയമായിരുന്നു ആ ഒരു 2-3 ദിവസം. അതിന്റെ ഒരു ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ടുണ്ടായിരുന്ന ഒരു 2-3 ദിവസങ്ങളൊക്കെ വേറെ ലെവൽ സംഭവം തന്നെ ആയിരുന്നു. പിന്നെ ആ നാട്ടുകാരെ പറ്റി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, ഈ ട്രിവാൻഡ്രംകാരെ സംബന്ധിച്ച് എന്ത് പുതിയ പ്രൊജക്ടുകളും പുതിയ ഡെവലപ്മെന്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് കൈ നീട്ടി തന്നോളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെന്റുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോനെ വേറെ ലെവൽ സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ എടുത്തു പറഞ്ഞ 2 ജില്ലയാണ്, ഒന്ന് കോഴിക്കോടും ഒന്ന് കൊല്ലവും. നിങ്ങൾ ഈ 2 ജില്ലകളും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റും അതുപോലെ തന്നെയാണ്. കാര്യം ബിസിനസ് സ്ഥാപനങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന 2 ജില്ലക്കാരാണ്. ഇപ്പോൾ കോഴിക്കോട് ലുലുമാളിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ട്രിവാൻഡ്രം വെച്ച് നോക്കുവാണെങ്കിൽ സൈസിന്റെ കാര്യത്തിൽ എങ്ങും എത്തത്തില്ല. എന്നിരുന്നാൽ പോലും ആ സമയത്ത്, അതായത് കോഴിക്കോട് ലുലു മാൾ ഓപ്പൺ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഹൈപ്പ് ഒക്കെ ഭയങ്കരമായിരുന്നു. കാര്യം സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഒക്കെ നോക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ വാർത്തകളും ചർച്ചകളും ഒക്കെ ആയിരുന്നു നമ്മുടെ ഈ ഒരു കോഴിക്കോട് ലുലു മാളിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സാധനം നമുക്ക് കോട്ടയം ലുലു മാളിന്റെ ഓപ്പണിങ്ങിന് മുമ്പായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ഒരു വാസ്തവം. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയൊരു ആശങ്ക ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ലുലു മാളിനെ കോട്ടയംകാരൻ കൊണ്ട് കൈ വിടുവോ? എൻ്റെ മോനെ വേറെ വേറെ ലെവൽ തിരക്കാണ് കോട്ടയം ലുലു മാളിന്റെ ഇനാഗുറേഷനെ അനുബന്ധിച്ച് നമ്മൾ കണ്ടത് കേട്ടോ. എൻ്റെ മോനെ, അങ്ങനെ നമ്മുടെ MA യൂസഫലിയെയും ലുലു മാളിനെയും കോട്ടയംകാർ അങ്ങനെ ഒന്നും കൈവിടത്തില്ല എന്നുള്ളത് അവരങ്ങോട്ട് തെളിയിച്ചിരിക്കുകയാണ് കേട്ടോ. വേറെ ലെവൽ തിരക്ക്, ജനസാഗരം എന്ന് തന്നെ നമുക്ക് പറയാം. പ്രത്യേകിച്ച് നമുക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക, സന്തോഷം കിട്ടുന്നൊരു കാര്യം എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ ഈ ഇനാഗുറേഷന്റെ ഭാഗമായിട്ട്, അതായത് ആദ്യത്തെ 1-2 ദിവസങ്ങളിലായിട്ട് ലുലു മാളിന്റെ മുൻപിൽ കാണുന്ന വാഹനങ്ങളുടെ എണ്ണം, പാർക്കിംഗ് സ്ലോട്ട് ഓൾമോസ്റ്റ് ഫുള്ളല്ല, ഫുള്ളായിട്ട് ആ ഒരു ലെവലിൽ, അതായത് നിറഞ്ഞു തുളുമ്പുക എന്ന് പറയാലോ, ആ രീതിയിലുള്ള ഒരു പാർക്കിംഗ് ആയിരുന്നു നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ കോട്ടയം ലുലു മാളിൽ കണ്ടത്. കാര്യം അതുപോലത്തെ തിരക്ക്. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കിയേ, നമുക്ക് ഒരു ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു, ആൾക്കാർ കുറയുമോ? പ്രത്യേകിച്ച് ഇതൊരു മിനി മാൾ ആയതുകൊണ്ട് തന്നെ കോട്ടയത്തുള്ള ആൾക്കാർക്കും, ഇപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ച സമയത്ത് പല ആൾക്കാരുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു മിനി മാൾ അല്ലേ, അതായത് ഒരു വലിയ മാളൊന്നും നമുക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും ഒരു ഇനി എങ്ങാനും തിരക്കൊക്കെ കുറയുമോ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നമുക്കും ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ തകിടം മറിച്ചുകൊണ്ട്, എല്ലാ ആശങ്കകളെയും തകിടം മറിച്ചുകൊണ്ട് വേറെ ലെവൽ തിരക്കായിരുന്നു നമ്മുടെ കോട്ടയം ലുലുമാൾ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടത് കേട്ടോ. ഇനി ലുലുമാൾ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടാൻ സാഹചര്യമുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ MA യൂസഫലി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണെന്ന് അദ്ദേഹം തന്നെ മുമ്പ് പല സ്പീച്ചുകളിലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ മാർക്കറ്റ് ആണ്. ഏറ്റവും കൂടുതൽ ഫാമിലി കൈയടക്കുന്ന ഒരു ഏരിയ എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഈ ഫാമിലി എന്ന് പറയുമ്പോഴേ, ഇപ്പോൾ ഒരു സിനിമയൊക്കെ ഇറക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തിരക്ക്, ഫസ്റ്റ് ഡേ ഒക്കെ തിരക്ക് വരുന്നത് ഈ ന്യൂ ജനറേഷൻ ആൾക്കാരായിരിക്കും. പക്ഷേ നമ്മൾ ഷോപ്പിംഗ് മാളുകളിലേക്ക് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് സ്പെൻഡ് ചെയ്യാൻ കപ്പാസിറ്റി വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 30+ ഏജിലുള്ള ആൾക്കാർ അങ്ങോട്ട് കൈയടക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഷോപ്പിംഗ് മാളും ഹൈപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ കോട്ടയം ലുലു മാളിൽ നമ്മൾ കണ്ടത് കാല് കുത്താനുള്ള ഇടവില്ല എന്നുള്ളതാണ് ഒരു സത്യമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യഥാർത്ഥ രൂപം മനസ്സിലാവും. കാര്യം അതുപോലെ തിരക്കാണ് എല്ലാ ഏരിയകളിലും. ഇപ്പൊ അറിയാലോ, ഹൈപ്പർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഓഫറുകൾ വരുന്ന ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ ലുലു മാളിന്റെ കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഓഫറുകളൊക്കെ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ ഒരു വലിയ വലിയ തിരക്ക് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. പിന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ആകുമ്പോൾ അറിയാലോ,
ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ നമ്മൾ ജീവിതത്തിൽ പോലും കാണാത്ത പലതരം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഫുഡ് ഐറ്റംസും ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതൊരു ചെറിയ മിനി റെസ്റ്റോറന്റ് ഒന്നും അല്ല, വിശാലമായൊരു റെസ്റ്റോറന്റ് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. പക്ഷെ അവിടെ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇല്ല നമുക്ക്. പക്ഷേ ഇഷ്ടംപോലെ സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കേണ്ട പറ്റും. അവിടുന്ന് വാങ്ങിച്ച് നേരെ നമുക്ക് ഫുഡ് കോർട്ടിൽ പോയിട്ട് കഴിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇനിയാണ് നമ്മൾ നേരെ ഈ ഹൈപ്പർ മാർക്കറ്റിൽ നേരെ മുകളിലോട്ട് ഫുഡ് കോർട്ടിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മോനെ അവിടെയും ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. ഞാൻ വെറുതെ ഇരുന്ന് തള്ളുമല്ല, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതുപോലെ തിരക്ക്. കാര്യം നമുക്ക് ഫുഡ് കഴിക്കാൻ ടേബിൾ കിട്ടാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ കോട്ടയം ലുലു മാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഹൈപ്പർ മാർക്കറ്റും അതുപോലെ തന്നെ ഫുഡ് കോർട്ടും മാത്രമൊന്നും അല്ല തിരക്കുള്ള ഏരിയ. ലുലു കണക്ട് നോക്കിയാലും അതുപോലെ ലുലു ഫാഷൻ സ്റ്റോർ ഒക്കെ നോക്കിയാലും ഒരു ഗംഭീരമായ ഒരു രക്ഷയില്ലാത്ത ജനക്കൂട്ടമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു ക്വസ്റ്റ്യൻ പറയാം. കാര്യം ഉദ്ഘാടന ദിവസം ആയതുകൊണ്ട് എന്തായാലും തിരക്കുണ്ടാവും. പക്ഷേ ഉദ്ഘാടന ദിവസം മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ വളരെ വലിയ തിരക്കാണ് കാണാൻ സാധിച്ചത്. നമ്മുടെ കോഴിക്കോട് ലുലു മാളിനേക്കാളും തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടു എന്നാണ് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങോട്ട് തോന്നിയത്. പക്ഷേ അവിടെ വേറൊരു കാര്യം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഷോപ്പിംഗ് മാളിൻ്റെ സൈസ് കൂടുമ്പോൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഷോപ്പിംഗ് മാളിൽ 1000 പേര് വരുന്നു. അതുപോലെ ഒരു 3 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഷോപ്പിംഗ് മാളിൽ ഒരു 1000 പേര് വരുന്നു. അപ്പോൾ രണ്ടും നമ്മൾ നേരിട്ട് കാണുന്ന സമയത്ത് നമുക്ക് ഈ സ്ക്വയർ ഫീറ്റ് കുറഞ്ഞ ഷോപ്പിംഗ് മാളിൽ ഒരു വലിയൊരു റഷൊക്കെ ഫീൽ ചെയ്യും. മറ്റേടും കുറച്ച് ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്രയൊരു റഷ് തോന്നത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് അങ്ങോട്ടേക്ക്, അതായത് ഈ സ്ക്വയർ ഫീറ്റ് കുറഞ്ഞ മാളിലേക്ക് പോകാനുള്ളൊരു സാധ്യത കൂടുതലാണ്. തിരക്ക് കൂടുതലായിട്ട് നമുക്ക് തോന്നും. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ കോട്ടയവും അതുപോലെ തന്നെ കോഴിക്കോടും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ല വലിപ്പത്തിൻ്റെ കാര്യത്തിൽ. അങ്ങനെ നോക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ കോഴിക്കോട് ലുലുമാളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ മലപ്പുറത്തു നിന്നുള്ള ആൾക്കാരും വരും എന്നുള്ളൊരു ഹൈലൈറ്റ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ലുലു മാളിനെയും MA യൂസഫ് അലിയും കോട്ടയംകാർ ഒട്ടും കൈവിട്ടിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. എന്തായാലും താങ്ക് യു മിസ്റ്റർ MA യൂസഫ് അലി. ഇപ്പോൾ നമ്മുടെ 5ാമത്തെ ലുലു മാളാണ് നമ്മുടെ കേരളത്തിലേക്ക് താങ്കൾ കൊണ്ടുവന്നിരിക്കുന്നത്. എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. ഇപ്പോഴും MA യൂസഫ് അലിയെ വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു വലിപ്പം നോക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു 0.0000001% പോലും നമ്മൾ ആരും ചെയ്യുന്നില്ല എന്നുള്ള ഒരു വസ്തുത മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ബിസിനസ്സുകാരെ ഇപ്പോഴും കുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഒരു കൂട്ടം ഒരു പഴയ ചിന്താഗതിയുള്ള ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ പുതിയ ബിസിനസ് സ്ഥാപനങ്ങൾ വരുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ പൈസ കൊണ്ട് ഇപ്പോൾ നീ അങ്ങനെ നിൻ്റെ ബിസിനസ് വളർത്തണ്ടടാ എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കി. ബിസിനസ്സുകാരും സിനിമാക്കാരും ഒക്കെ ഇതേ കാര്യം ഈ ക്വസ്റ്റ്യൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഒരു മീൻ കച്ചവടം നടത്തുന്ന ആൾ, അയാൾ ആ ഒരു ഏരിയയിൽ ഒരു 100 വീടുകളിൽ കൊണ്ട് മീൻ കൊടുക്കുന്ന ഒരു ജോലിയാണ് അയാൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ഇയാൾ ഇങ്ങനെ ചെയ്ത് നല്ലൊരു നിലയിലേക്ക് എത്തിയെന്ന് വിചാരിച്ചു. ഒരു ദിവസം ഈ മീൻ വാങ്ങുന്ന ആൾക്കാരെല്ലാം കൂടെ ഇയാളോട് പറയുകയാണ്, എടാ നിൻ്റെ ഈ വളർച്ചയും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പൈസയിൽ നിന്ന് ഉണ്ടായതാടാ. അതുപോലെ തന്നെ ഒരു അധ്യാപകൻ്റെ അടുത്ത് കുട്ടികൾ പറയുകയാണ്, ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് പഠിക്കുന്നതുകൊണ്ടാണ് താനൊക്കെ ഇങ്ങനെ ഇവിടെ നിന്ന് പൈസയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അതുപോലെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പറയുകയാണ്, ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ FD കൊണ്ടാണോ തൻ്റെ ബാങ്ക് മുമ്പോട്ടേക്ക് പോകുന്നത്. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങും എത്തത്തില്ല. കാര്യം എല്ലാം ഇവിടെ പരസ്പരം കണക്റ്റഡ് ആണ്. ഈ ബിസിനസ് ആണെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പോൾ മീൻ കച്ചവടം നടത്തുന്ന ആളാണെങ്കിൽ പോലും അയാൾ അവിടെ ഒരു വാല്യൂ അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് അതിന് പ്രത്യുപകാരമായിട്ട് പണം ഇങ്ങോട്ടേക്ക് വരുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സിനിമാ നടന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ നല്ല സിനിമകൾ ചെയ്യുമ്പോഴാണ് അവർക്ക് ആ പൈസ ഇങ്ങോട്ട് റിട്ടേൺ വരുന്നത്, അവർ ലംബോഗിനിയൊക്കെ വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ബിസിനസ്സുകാരുടെ കാര്യം പറയുമ്പോൾ അവർ നല്ല സർവീസോ പ്രൊഡക്റ്റോ തരുമ്പോഴാണ് അവർക്ക് തിരിച്ച് റിട്ടേൺ കിട്ടുന്നത്. അപ്പോൾ അവർ നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ വാല്യൂ ഇങ്ങനെ കൂടി കൂടിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മുടെ MA യൂസഫ് അലി എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ്. ഇന്ത്യയിലെ കോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ 26 അങ്ങോട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത്രയും വലിയൊരു മനുഷ്യനെയാണ് നമ്മൾ ഇവിടെ സോഷ്യൽ മീഡിയ ഇരുന്ന് ഇങ്ങനെ കമൻറ്റ് ചെയ്ത് നശിപ്പിക്കാനായിട്ട് നോക്കുന്നത്. അദ്ദേഹത്തിന് എന്ത് ആവാനാണല്ലേ. അപ്പോൾ അതും ഇവിടെ ഒന്ന് പറയണമെന്ന് തോന്നി. പിന്നെ പൊതുവേ നമ്മൾ പറയാനുള്ള കാര്യമാണ്, നമുക്ക് മതം കൊണ്ട് പ്രത്യേകിച്ച് യാതൊരുവിധ ഗുണവുമില്ല എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഗുണമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മതത്തിൽ പറയുന്ന കാര്യമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അത് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക കേട്ടോ. 2.5% നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ പ്രോഫിറ്റിന് 2.5% തിരിച്ച് കൊടുക്കുക അല്ലെങ്കിൽ സഹായിക്കുക എന്നൊക്കെ ഉള്ള അത് അവരുടെ മതത്തിൽ പറയുന്ന കാര്യമാണെന്നാണ് എൻ്റെ അറിവ് കേട്ടോ. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. അപ്പോൾ അത് അദ്ദേഹം
കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പണം വരുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം കൈ അറിഞ്ഞ് സഹായിക്കാറുമുണ്ട് അല്ലേ? യെസ്, അതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കോട്ടയം ലുലു മാൾ നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. വൻ ജനസാഗരം, ജനത്തിരക്ക് വേറെ ലെവൽ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ എന്തായാലും കോട്ടയത്തും വരും കേട്ടോ. ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വലിയ ഷോപ്പിംഗ് മാൾ എന്തായാലും നമുക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ പറ്റും അല്ലേ? കാര്യം അതുപോലത്തെ തിരക്കാണ് വരുന്നത്. പിന്നെ തിയേറ്ററിന്റെ കാര്യം കുറേ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് MA യൂസുഫ് അലി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടയിൽ ഇങ്ങനെ പ്രസ്താവിച്ചു എന്നൊക്കെ പറയുന്നത്. അതായത് തിയേറ്റർ ഇവിടെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ ഇത് പ്രസ് മീറ്റൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിയായിരുന്നു. ആ സമയത്തൊന്നും ഞാൻ കണ്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കോഴിക്കോടത് നമ്മുടെ കോട്ടയം ലുലു മാൾ വേറെ ലെവൽ പോയിക്കൊണ്ടിരിക്കുകയാണ്.